സാറ് വിളിക്കണ്ട കേട്ടോ. ആ യോമാരാരാ വർഗീസേ? ഈ തമ്പാനും ആന്റണിയും ഗുണ്ടകളാ? സാറിന്റെ ഭാഷ പറഞ്ഞ അറകുകള് ആണരന്താക്ഷ. സർ, അവന്മാരെ കുഴപ്പക്കാരല്ലെന്നാണല്ല താൻ പറഞ്ഞത്. ഒരു തടിമല്ല ലീസിന്റെ അടുത്ത് ഓടിക്കുന്നുണ്ടോ അവന്മാര് ഒരു മറയ്ക്ക്. പക്ഷെ തല്ലുപിടിയും കേസത്തൂർപ്പും ഒക്കെയാ പ്രധാന പണികള്. ആ ആന്റണി പണ്ടേ ഇവിടെ ഉള്ളതാ. മറ്റവൻ നല്ല പ്രായത്തിൽ തെണ്ടിത്തിരിഞ്ഞു വന്നതാ. തന്തയും നല്ലയൊന്നുമില്ല. സ്റ്റേഷനിൽ വരേണ്ട കേസുകൾ പലതും ഒത്തുറപ്പാക്കുന്ന അവന്മാരാ. ഇപ്പൊ എനിക്ക് മുമ്പേ ഇരുന്ന SI അവന്മാരെ തൊട്ടിട്ടില്ല. ഫയലിൽ 2-3 കേസ് കണ്ടല്ലോ. പണ്ടൊന്ന് പൂട്ടാൻ നോക്കിയതാ. പക്ഷേ കൂടുള്ളവന്മാർക്ക് കൂറപ്പുറത്തായിപ്പോയി. ഞാൻ കൂടെ നിൽക്കാം. നമുക്ക് പൂട്ടാം. സാറിന് തുടങ്ങാൻ പറ്റിയ പാർട്ടി സാർ. പൂട്ടണം. നമ്മൾ ഏത് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് എടുത്താലും കേട്ടോളൂ, ആദ്യ ആ ഏരിയയിലെ മൂത്ത 4-5 അവന്മാരെ പിടിച്ചങ്ങ് ചവിട്ടിക്കൂട്ടിയേക്കണം. പിന്നെ ബാക്കിയുള്ളവന്മാർ നമ്മളൊന്നും ചോദിക്കണ്ട, നമ്മുടെ നേർച്ചപ്പെട്ടിയിൽ ഇങ്ങാട്ട് കൊണ്ടിട്ടോളും. ആ എന്തായി? ആധാരം കിട്ടിയോ? ഇല്ല. ചെല്ലാനുള്ള മുതലും പലിശയും കൂട്ടുമ്പം നിരക്കുകയല്ലെന്നാ ചാണ്ടിച്ചായൻ പറയുന്നത്. വേണലൊരു 10,000-30,000 കൂടി ഇങ്ങോട്ട് തന്നേക്കാം. ഞങ്ങൾ പുരേന്ന് ഇറങ്ങി കൊടുത്തേക്കാൻ. മൂത്ത പെങ്കൊച്ചിനെ കെട്ടിച്ചെറുക്കാൻ 1.5 ലക്ഷത്തിന് ആധാരം കൊണ്ട് അടവച്ചതാ. ഇതിപ്പോ ഈ പാവങ്ങൾ രണ്ടും കൂടെ കൊത്തിക്കളിച്ചുണ്ടാക്കിയ 1.5 ഏക്കറും പെരയും ബ്ലേഡുകാർ കൊണ്ടുപോകും. ഇനിയും 2 പെങ്കൊച്ചുങ്ങൾ നിൽക്കുവാ കെട്ടുപ്രായത്തിൽ. അതുങ്ങളെയും പിടിച്ച് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങും? ഞങ്ങൾ വല്ല വിഷവും വാങ്ങിട്ട് തിന്നത്തേ ഉള്ളൂ. കുഴിയിൽ ഫിനാൻസ് ചാണ്ടി തെറ്റയാ. നല്ല വായയിൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കാം. വിഷമിക്കാതി, നമുക്ക് ശരിയാക്കാം. ആ താഴെയുള്ള പെങ്കൊച്ചുങ്ങളെങ്കിലും 4 അക്ഷരം പഠിപ്പിക്കാൻ നോക്കിച്ചായ പിന്നെ കുടുംബവും കുലവും ഒക്കെ അവളുമാര് നോക്കിക്കോളും. ചെല്ല്. നോക്കിക്കേ നോക്കിക്കേ, ഇതെന്താ ഇത്? എന്താ നോക്കി? റേസ്ലേ അതെവിടെ വെക്ക്? എനിക്കെല്ലാം അമ്മ പൊടിയനാ. വിശന്ന് അവൻ കുറയ്ക്കാൻ തുടങ്ങും. ശരി. എട്ട് മാസത്തെ ബോണസ് കുടിശ്ശിക തീർത്ത് തന്നു ദേവര്. നാളെ തൊട്ട് വീണ്ടും എല്ലാവരും എസ്റ്റേറ്റ് പണിക്ക് കയറിക്കൊള്ളാനും പറഞ്ഞു. പേടിച്ചിട്ടാ. ഇവിടുന്ന് പറഞ്ഞ വാക്കിന്റെ ബലവാ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് കാശല്ലേ? എടുക്ക് എടുക്ക് സോമശേഖര. അല്ല, അത് ഞങ്ങളുടെ ഒരു പതിവാ. മുതലാളി കുടിശ്ശിക തീർത്തതിന്റെ പങ്ക് പിടിച്ച് പറിച്ച് നക്കാൻ ഇത് ട്രേഡ് യൂണിയൻ ആഫീസ് അല്ലല്ലോ ലോപ്പസേ. കൂട്ടത്തിൽ കുറച്ചുപേരെ തേവരുടെ ഗൂണ്ടകള് തല്ലി കൈയും കാലും ഓടിച്ച് ആശുപത്രിയിൽ ഇട്ടിട്ടില്ലേ? ഇത് അവർക്ക് വീതിച്ചു കൊടുത്തേര്. പൊക്കോ.
മുരളീധരൻ, മട്ടാഞ്ചേരിയ പ്ലേസ് ഓഫ് ബർത്ത്. ചാർജ് എടുത്ത മുതൽ പേര് കേൾക്കുന്നുണ്ട് രണ്ടിൻ്റെയും. നല്ല പേരല്ല. ഓ, ഈ പോലീസ് ഒന്നായിട്ടുവേ സർക്കാരിൻ്റെ ഒരു തോക്ക. അതിൻ്റെ കുഴലിനകത്തോട്ട് വേറെ കുഴൽ കയറ്റരുത്. നിന്റെയൊക്കെ ഉണ്ടാക്കി പൂച്ച വിട്ട് കിടക്കുന്നോ? സാറ് പറഞ്ഞ കേട്ടില്ലടാ, ഊന്ന് പറയടാ. ഇനി നിന്റെയൊക്കെ തല്ലും പിടിയും കച്ചേരി കൂടുതലും ഒക്കെ കുറച്ചു കാലം ഈ തട്ടം പുറത്ത് ചുരുട്ടിക്കറ്റി വെച്ചോണം, ഇല്ലെങ്കിൽ ചവിട്ടി ചത പഴിപ്പിക്കും രണ്ടിന്റെയും. കേട്ടാ? ഡി കൊച്ചേ, ഇനി വന്നേ. പട്ടിക്കുള്ളതാ? ഇനി കൊരക്കരുത്. സാർ ഇന്നാട്ടില് പുതിയതാണെന്നല്ലേ പറഞ്ഞു? മട്ടാഞ്ചേരി. ആ, മട്ടാഞ്ചേരി. ഇവിടെ സ്റ്റേഷന് തൊട്ട് 4ാമത്തെ ബിൽഡിംഗ്, സരസൂസ് മെഡിക്കൽസ്. നല്ല തിരുപ്പൂര് പഞ്ഞി കിട്ടും. അല്ലെങ്കിൽ വേണ്ട, ഇലവ് പൂക്കുന്ന കാലമാ മലയില്. ദാ യവമാരെയൊക്കെ വിട്ട് പെറുക്കിച്ചാ മതി. എന്നിട്ട് ഉണ്ട ഉരുട്ടി 2 ചെകിട്ടിലോട്ടും അങ്ങ് തള്ളിക്കും പഞ്ഞി. പിന്നെ നമ്മുടെ പേരും കേൾക്കുകയില്ല, ഒന്നും കേൾക്കുകയില്ല. ഉരുട്ടിയ പഞ്ഞി ഇങ്ങനെ മൂക്കിലോട്ടും തള്ളാം. കേട്ടടാ? അത് ചെയ്യിക്കരുത് ഞങ്ങളെ കൊണ്ട്. വർഗീസേ, വാ. അല്ല, പിള്ളേരുറങ്ങിയോടി? ശരിയേ, നിനക്കൂടെ ഒരെണ്ണം ഒഴിക്കട്ടെ? എന്നാ പറ്റിന്ന്? എന്നാ പറ്റിയെന്നാ ചോദിച്ചത്? മാറ്. മേരി, ചോദിച്ചു കേട്ടില്ലേ നിനക്ക് എന്നാലും പേടിയുണ്ടോന്ന്? ആ, ഉണ്ട്. 5 ആങ്ങളമാരുടെ അപ്പൻ്റെയും കൈതട്ടി എൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോ എന്നെക്കാ തൻ്റെ ഇടം വരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? അന്ന് ഞാനും നിങ്ങളുവേ ഉള്ളൂ. ഇപ്പോ 4 ഉണക്ക പോലീസുകാരൻ നീ മുറ്റം വരെ ചവിട്ടി കയറിയെന്ന് വിചാരിച്ചിട്ടാ? ഇതാദ്യമൊന്നും അല്ലല്ലോ. എടി, പോലീസുകാർ അവരുടെ പണി നേരാവണ്ണം ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കണം. ഇനി മിറ്റം വരെ വന്നവര് നാളെ അകത്തേക്ക് ചവിട്ടി കയറിയില്ലെന്ന് ഉറപ്പ് വരാൻ പറ്റുമോ എനിക്ക്? ഒറ്റയ്ക്കായി പോകും നമ്മള്. പുറത്തെന്നേലും കാര്യത്തിന് പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ എനിക്ക് തിരിച്ചറിയാൻ ഒക്കുന്നുണ്ട്. നമുക്കിവിടുന്ന് പോവാം. മേരി, പോണം.